ഫാമിലി വ്ലോഗുകളുടെ മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചുപറ്റിയ താരമാണ് കെ.എൽ. ബ്രോ ബിജു. യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കുന്ന ഒരുപാട് ഫാമിലികൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റുക എന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ മലയാള മനസ്സുകളിലും പ്രേക്ഷകർക്കിടയിലും വളരെയധികം വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയ താരങ്ങളാണ് ബിജുവും കവിതയും. കെ.എൽ. ബ്രോ ബിജുവിനെ പറ്റിയുള്ള വീഡിയോകളും വാർത്തകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വലിയ രൂപത്തിൽ ചർച്ചയാകാറുണ്ട്. ഏകദേശം 80 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ളത്. കേരളത്തിലെ മിക്ക സെലിബ്രിറ്റികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കെ.എൽ. ബ്രോ ബിജുവിന്റെ ചാനലിലുണ്ട്. തന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഫാമിലി വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും മലയാള മനസ്സുകളിലും വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കവിത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച വിശേഷങ്ങളെ പറ്റിയും വിഷമങ്ങളെ പറ്റിയും എല്ലാം തുറന്നു പറയുകയാണ്. തന്റെ പല്ല് ഒരല്പം പൊന്തിയതുകൊണ്ട് തന്നെ തന്റെ സ്കൂൾ കാലഘട്ടങ്ങളിലും താൻ പഠിക്കുന്ന സമയത്തുമെല്ലാം ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കവിത തുറന്നു പറയുകയാണ്. തന്നെ പോലെ തന്നെ തന്റെ മൂത്ത മകനും ഒരല്പം പല്ല് മുന്നോട്ട് വന്നിട്ടുണ്ട്. തന്നെ അവർ കളിയാക്കിയതുപോലെ തന്റെ മകനെയും അവർ കളിയാക്കുമോ എന്ന വിഷമവും പേടിയും തന്റെ ഉള്ളിൽ എന്നുമുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ തനിക്ക് നാലാളുകൾക്കിടയിൽ ചിരിക്കാനും വളരെയധികം പേടിയായിരുന്നു. അവർ കളിയാക്കുമോ, അവർ എന്ത് വിചാരിക്കുമെന്ന സങ്കടം തന്റെ ഉള്ളിലുണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ബിജുവേട്ടൻ വന്ന സമയത്തും തനിക്ക് ഈ പേടിയുണ്ടായിരുന്നു. പല്ല് പൊന്തിയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുമോ, തന്റെ കല്യാണം നടക്കുമോ എന്ന് വരെ തനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് കവിത പറഞ്ഞത്. എന്നാൽ ബിജുവേട്ടന് തന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും തന്റെ ചിരിയാണ് ഏറ്റവും ഇഷ്ടമായത് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ആളുകൾക്കിടയിൽ ചിരിക്കാനും തുടങ്ങിയത്. ബിജുവേട്ടൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലുതായിട്ട് എനിക്ക് വേറെന്താ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ പേടിക്കാതെ തന്നെ ഞാൻ ചിരിക്കാനും തുടങ്ങി. എന്നാൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ തന്റെ മകൻ അനുഭവിക്കരുത് എന്ന ചിന്തയാണ് കവിതയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. തന്റെ മകന് കൊച്ചിയിലാണ് ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. തന്റെ മകന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതോടെ തനിക്കും ക്ലിപ്പിടാനുള്ള ചിന്തകൾ വന്നു തുടങ്ങിയെന്നും ക്ലിപ്പിടാനുള്ള തീരുമാനം എടുക്കുമെന്നുമാണ് കവിത പറഞ്ഞത്. ചാനൽ തുടങ്ങിയ നാളെ മുതൽ കവിതയുടെ പല്ലിനെ പറ്റി ഒരുപാട് സംസാരങ്ങളാണ് യൂട്യൂബിലൂടെ എല്ലാം തന്നെ പുറത്തു വിടുന്നത്. എന്നാൽ നേരിട്ട് കാണുമ്പോൾ അത്ര പ്രശ്നങ്ങളില്ല, ക്യാമറ ആംഗിളിലെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്നുമാണ് ബിജുവും പറഞ്ഞത്. എന്നിരുന്നാലും ഇരുവരുടെയും മനസ്സ് വളരെയധികം പാവമാണെന്നും ഇരുവരെയും ഒരുപാട് ഇഷ്ടമാണ് എന്നും പ്രേക്ഷകരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കവിതയും ബിജുവും ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.